വി എസ് രഞ്ജിത്ത് കൂടി നമുക്കൊപ്പമുണ്ട്. ദീപക് മോഹനെ കൂടി എനിക്ക് വേണം അല്പസമയത്തിനുള്ളിൽ. ഇപ്പോൾ വി എസ് രഞ്ജിത്തിലേക്ക്. വി എസ് രഞ്ജിത്ത്, ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് തോട്ടങ്ങളിൽ നിന്ന് തോട്ടങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ കശുവണ്ടി തോട്ടങ്ങളാണ് അവിടെ കൂടുതലും ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്, പിന്നെ തേയിലത്തോട്ടങ്ങളും. അപ്പോൾ ഈ പ്രദേശങ്ങളിലൊക്കെ ഒളിച്ചു കഴിഞ്ഞ് മാനന്തവാടി കോടതിയിൽ ഹാജരാവുക എന്നതാണ് കിട്ടിയിരിക്കുന്ന നിയമോപദേശമെന്നറിയുന്നു. കാരണം രണ്ടാമത്തെ പരാതി കൂടി വന്ന സാഹചര്യത്തിൽ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുറപ്പായപ്പോഴാണ് ഇങ്ങനെ ഒരു നിയമോപദേശം കിട്ടിയതായിട്ട് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ തോട്ടങ്ങൾ കേന്ദ്രീകരിച്ചാണോ SITയുടെ നീക്കം ഇപ്പോൾ? വി എസ് രഞ്ജിത്ത്. ഡോക്ടർ, തീർച്ചയായിട്ടും വയനാട്ടിൽ മാനന്തവാടിയിലോ ബത്തേരിയിലോ അവിടെ എത്തി കോടതിയിൽ കീഴടങ്ങുക എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പദ്ധതി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിൽ രണ്ട് വഴികളാണ് ഇപ്പോൾ ബംഗളൂരു അല്ലെങ്കിൽ കർണാടകയിൽ നിന്ന് വയനാട്ടിലേക്ക് കടക്കാനുള്ളത്. ഒന്ന് മാനന്തവാടി വഴി, അത് കുട്ട, ഗോണികുപ്പ ആ റൂട്ടിലൂടെ കടന്ന് മാനന്തവാടിയിലേക്ക് എത്തണം. അല്ലെങ്കിൽ ബത്തേരിയിലേക്കാണ്, അത് നമുക്ക് അറിയാവുന്ന സാധാരണ ആ വഴിയിലൂടെ തന്നെ ഗുണ്ടൽപേട്ട് വഴി കടന്നു വന്ന് മുത്തങ്ങ വഴി കടന്ന് ബത്തേരിയിൽ കടക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് വഴികൾ ആണ് വയനാട്ടിലേക്കുള്ളത്. അത് കർണാടക അതിർത്തി വഴി കടന്നു വരാൻ പറ്റുന്ന വിരാജ്പേട്ട വഴി, കുട്ട വഴി, ഗോണികുപ്പ വഴി, അല്ലെങ്കിൽ ഈ പറയുന്ന ഗുണ്ടൽപേട്ട് വഴി മുത്തങ്ങ കടന്നു വരണം. ഈ രണ്ട് വഴികളിലും പോലീസ് നിരീക്ഷണം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ കോടതിയുടെ പരിസരത്തും പോലീസ് നിരീക്ഷണമുണ്ട്. അപ്പോൾ വയനാട്ടിലെത്തിയാൽ, ഈ കോടതി ലക്ഷ്യമാക്കി വയനാട്ടിലെത്തുകയാണെങ്കിൽ വയനാട്ടിൻ്റെ അതിർത്തിയിൽ തന്നെ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തെ പിടികൂടാൻ സാധിക്കുമോ എന്നുള്ളത് പോലീസ് നോക്കുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ കോടതിയുടെ പരിസരത്ത് കോടതിയിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പായി രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് പോലീസിന്റെ നിരീക്ഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദീപക് മോഹനിലേക്ക് കൂടി പോയവരുടെ ഈ പ്രദേശത്തെ കുറിച്ച്, അതിന്റെ ജോഗ്രഫിയെ കുറിച്ച് നന്നായിട്ട് നമ്മുടെ ദീപക് മോഹൻ അറിയാം. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ എന്നെ തിരുത്തിയിട്ടുണ്ട്. അവിടെ ഞാൻ തേയിലത്തോട്ടം എന്ന് പറഞ്ഞു, അവിടെ തേയിലത്തോട്ടങ്ങളില്ല, ശരിയാണ്, കാപ്പിത്തോട്ടം എന്നാണ്, മാറിപ്പോയതാണ്. കാപ്പിത്തോട്ടങ്ങളുണ്ട്, കശുവണ്ടിത്തോട്ടങ്ങളും ധാരാളമുണ്ട് ഈ പ്രദേശങ്ങളിലൊക്കെ. അവിടെ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിട്ടുണ്ടാവാനാണ് സാധ്യത. ദീപക് മോഹൻ, ഈ കർണാടക കേരള അതിർത്തിയിൽ വയനാട്ടിൽ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കോടതി ഈ മാനന്തവാടി കോടതി മാത്രമല്ലേ? അപ്പോൾ മാനന്തവാടി കോടതിയിലേക്ക് വരാനാണോ കൂടുതൽ എളുപ്പം? അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ വഴികളിലൂടെ എത്താം? മറ്റേതെങ്കിലും കോടതികൾ നമ്മളിപ്പോൾ സംശയിക്കണോ? കൽപ്പറ്റ കോടതിയിലേക്ക് എത്തണമെങ്കിൽ കൂടുതൽ സഞ്ചരിച്ചു വരേണ്ടതില്ലേ? അരുൺകുമാർ, അതായത് വയനാടും കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ചെക്ക് പോസ്റ്റുകൾ എന്ന് പറയുന്നത് 3 ഇടങ്ങളിലാണ്. ഒന്ന് മുത്തങ്ങ, അതുപോലെ തന്നെ മറ്റൊന്ന് ബാവലി, പിന്നെ വേറൊന്ന് തോൽപ്പെട്ടി. അതായത് മൈസൂരു, ചാമരാജ് നഗർ എന്നീ 2 കർണാടകയിലെ ജില്ലകളുമായാണ് വയനാട് അതിർത്തി പങ്കിടുന്നത്. ഇതിൽ 3 ഇടങ്ങളിലും, അതായത് കൂർഗ് വഴി, കൂർഗ്, കുട്ട, തോൽപ്പെട്ടി വഴി വയനാട്ടിലേക്ക് എത്താം. അതുപോലെ തന്നെ മൈസൂരുവിൽ നിന്ന് ബാവലി വഴിയും വയനാട്ടിലേക്ക് എത്താം. അത് ആ 2 പ്രധാനപ്പെട്ട ചെക്ക് പോസ്റ്റുകൾ താണ്ടി എത്തുന്ന ആദ്യത്തെ ഏറ്റവും അടുത്തുള്ള ടൗൺ എന്ന് പറയുന്നത് മാനന്തവാടിയാണ്. മാനന്തവാടി കോടതിയിൽ എത്തുന്ന കാര്യം തള്ളിക്കളയാൻ പറ്റില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് എളുപ്പത്തിൽ മൈസൂരിൽ നിന്നൊക്കെ വലിയ പരിശോധനകളില്ലാതെ എളുപ്പത്തിൽ മാനന്തവാടി കോടതിയിലേക്ക്, അതായത് വയനാട് അതിർത്തി കടന്ന് എളുപ്പത്തിൽ ബാവലി വഴി വരാം. ബാവലി വഴി പെരിക്കല്ലൂർ വഴി പുഴ കടന്ന് വരികയാണെങ്കിലും ആ ഭാഗത്തൊന്നും തന്നെ പോലീസ് പരിശോധനകൾ ഉണ്ടാവാൻ സാധ്യത കുറവുള്ള സ്ഥലങ്ങളാണ്. മറ്റൊരു സ്ഥലം എന്ന് പറയുന്നത് മുത്തങ്ങയാണ്. അതായത് മൈസൂർ ജില്ലയിൽ നിന്ന് മുത്തങ്ങയിലേക്ക് എളുപ്പത്തിലെത്താം. പക്ഷേ ആ ഭാഗത്തൊക്കെ തന്നെ പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ഒക്കെ കർശന പരിശോധനയുണ്ട്. ലുക്കൌട്ട് നോട്ടീസ് ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ പോലീസിനോ എക്സൈസിനോ അല്ലെങ്കിൽ വനം വകുപ്പോ പിടികൂടുകയാണെങ്കിൽ അവർക്ക് തടഞ്ഞു വെച്ച് പോലീസിന് കൈമാറാനുള്ള പ്രൊവിഷൻ ഉള്ളത് കൊണ്ട് തന്നെ ആ ഭാഗത്ത് കർശനമായ പരിശോധന ഉള്ളത് കൊണ്ട് രാഹുൽ മാങ്കൂട്ടം ആ വഴി വയനാട്ടിലേക്ക് വരാൻ സാധ്യത കുറവാണ്. പക്ഷേ സുൽത്താൻ ബത്തേരിയോട് അടുത്ത് കിടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് മുത്തങ്ങ ചെക്ക് പോസ്റ്റ് വഴി കർണാടകയിലേക്കുള്ള വഴിയാണ്. അതോടൊപ്പം ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച കൂർഗ് അതിർത്തിയുമായി വയനാട് ജില്ലാ അതിർത്തി പങ്കിടുന്ന കുട്ട ചെക്ക് പോസ്റ്റ് വഴിയും ബാവലി വഴി, അതായത് മൈസൂരിൽ നിന്ന് ബാവലി വഴിയും മാനന്തവാടിയിലേക്ക്. പക്ഷെ അപ്പോഴും സംശയം, ഈ മാനന്തവാടി കോടതി തന്നെയായിരിക്കുമോ ലക്ഷ്യം? അതാണോ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കർണാടകയിൽ നിന്ന് വന്നാലുള്ള ആദ്യത്തെ കോടതി? കർണാടകയിൽ നിന്ന് മാനന്തവാടി ഭാഗത്തേക്ക് കർണാടകയിൽ നിന്ന് വരുമ്പോൾ ഏറ്റവും അടുത്ത് കിടക്കുന്ന 2 ചെക്ക് പോസ്റ്റുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുട്ട ചെക്ക് പോസ്റ്റ്. അതായത് കർണാടകയിലെ കൂർഗ് ജില്ലയുമായി വയനാട് അതിർത്തി പങ്കിടുന്ന ഒരു ഭാഗം, മറ്റൊന്ന് കർണാടകയിലെ മൈസൂർ ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന ബാവലി. ഈ 2 ഇടങ്ങളിലും രാത്രി, അതായത് ക്ഷമിക്കണം, ബാവലി പ്രദേശത്തുള്ള ചെക്ക് പോസ്റ്റിൽ രാത്രി യാത്രാ നിരോധനമുണ്ട്. പക്ഷേ തോൽപ്പെട്ടി വഴി എളുപ്പത്തിൽ മാനന്തവാടിയിലേക്ക് എത്താം. ഈ 2 ഇടങ്ങൾ, വയനാട്ടിലെ വടക്കേ വയനാട്ടിലെ 2 ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇയാൾ എന്തായാലും ചെക്ക് പോസ്റ്റിലൂടെ വരൂല.
ഇയാൾ മുഖ്യപാതയിലൂടെ വരികയുമില്ല. ഇയാൾ തോട്ടങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം. അപ്പോൾ എനിക്കറിയേണ്ടത് ദീപക്, ഈ മാനന്തവാടി കോടതി അല്ലാതെ മറ്റേതെങ്കിലും കോടതിയിൽ കീഴടങ്ങാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ഏതൊക്കെ കോടതികളായിരിക്കും? ഈ അതിർത്തി പ്രദേശത്ത് ബത്തേരിയിൽ ഒരു കോടതി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു, ഒപ്പം കൽപ്പറ്റയിലുമുണ്ട് ഒരു കോടതി, അല്ലേ? അരുൺകുമാർ, പ്രധാനമായും വയനാട്ടിലെ രണ്ടിടങ്ങളിലെ കോടതികൾ, അതൊന്ന് മാനന്തവാടി, ബത്തേരി, ഈ രണ്ടിടങ്ങളിലെ കോടതികളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് എളുപ്പത്തിൽ ഹാജരാകാൻ കഴിയുന്ന സ്ഥലങ്ങളാണ്. കാരണം കർണാടകയിൽ നിന്ന് എളുപ്പത്തിൽ അടുത്തുള്ള രണ്ട് നഗരങ്ങൾ ബത്തേരിയും മാനന്തവാടിയുമാണ്. അവിടെ രണ്ടിടങ്ങളിലും കോടതിയുണ്ട്. പക്ഷെ ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ അങ്ങോട്ട് വരുന്ന ഭാഗങ്ങൾ, അതായത് കർണാടകയിൽ നിന്ന് വയനാട് അതിർത്തി കടന്ന് മാനന്തവാടിയിലേക്കും ബത്തേരിയിലേക്കും വരുന്ന ഇടങ്ങളിലൊക്കെ തന്നെ കർശന പരിശോധനയുണ്ട്. പരിശോധനയില്ലാത്ത ഒരേ ഒരു ഇടം എന്ന് പറയുന്നത് ബാവലി വഴിയുള്ള ചെക്ക് പോസ്റ്റാണ്. അതിൽ ആ വഴി വരികയാണെങ്കിൽ എളുപ്പത്തിൽ പുൽപ്പള്ളി വഴി മാനന്തവാടിയിലേക്കും ബത്തേരിയിലേക്കും ഒക്കെ പോകാം. ആ ഭാഗത്ത് പുഴ കടന്നു കഴിഞ്ഞാൽ വയനാട് കർണാടക അതിർത്തിയാണ്. തൊട്ട് എതിർഭാഗം, പുഴയ്ക്ക് എതിർഭാഗം കബനി നദി കടന്നു കഴിഞ്ഞാൽ കേരളത്തിലേക്ക് വരുന്ന പ്രദേശമാണ്. അവിടെ വലിയ തോതിൽ ചെക്കിംഗ് ഉണ്ടാവാൻ സാധ്യതയില്ല. നേരത്തെ പുൽപ്പള്ളി കേന്ദ്രീകരിച്ച് ഒരു വീട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിനായുള്ള തിരച്ചിൽ നടത്തിയിരുന്നു എന്നൊക്കെ വിവരങ്ങളുണ്ട്. പക്ഷേ അതിന് സ്ഥിരീകരണമില്ല. ആ സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല അരുൺ. ഈ തോട്ടങ്ങൾക്ക് ഇടയിലൂടെ സഞ്ചരിച്ച് അങ്ങനെ ഈ ബാവലിപ്പുഴയൊക്കെ കടന്നു വരിക, അത് പ്രായോഗികമാണോ? ഈ മതിലുചാട്ടം എന്നാണ് ഇന്നലെ ഈ കെ മുരളീധരൻ വിശേഷിപ്പിച്ചത്. പക്ഷേ തോട്ടങ്ങളിലൂടെ പോകണമെങ്കിൽ അതിന് കുറച്ചുകൂടി ആ വഴിയൊക്കെ അറിയാവുന്നവർ വേണ്ടേ കൂടെ? അതായത് കാപ്പിത്തോട്ടങ്ങളുടെ പ്രധാനമായിട്ടുള്ള അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച കുട്ട. അതായത് വയനാടും കൂർഗ് ജില്ലയുമായി, കർണാടകയിലെ കൂർഗ് ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന കുട്ട തോൽപ്പെട്ടി ചെക്ക് പോസ്റ്റ്. അതിൻ്റെ അടുത്തുള്ള ഭാഗങ്ങളിലൊക്കെ, വയനാടിൻ്റെ അതിർത്തികളിലൊക്കെ കാട് ഭൂരിഭാഗവും വനമേഖലയാണെങ്കിലും അതിന് തൊട്ടടുത്ത പ്രദേശം എന്ന് പറയുന്നത് വലിയ കാപ്പിത്തോട്ടം, വലിയ എസ്റ്റേറ്റുകൾ ഉള്ള മേഖലയാണ്. ആ കേരള അതിർത്തിയിലേക്ക് എത്താനാണ് സാധ്യത എന്നുള്ളതാണ് SITയുടെ നിഗമനം. സുള്ളി വരി സഞ്ചരിച്ചിട്ട് സുള്ളിയിൽ നിന്ന് എങ്ങനെയാണ് ഇങ്ങോട്ട് അതിർത്തിയിലേക്ക് കടക്കുക, കേരള അതിർത്തിയിലേക്ക്? പ്രത്യേകിച്ച് മാനന്തവാടിയാണ് ലക്ഷ്യമെങ്കിൽ. അതായത് അരുൺകുമാർ, സുള്ളിയ എന്ന് പറയുന്നത് പുത്തൂരിനടുത്തുള്ള, അതായത് നേരത്തെ ഈ ധർമ്മസ്ഥല, ബൽത്തങ്ങാടിക്കൊക്കെ അടുത്തുള്ള ദക്ഷിണ കന്നഡയിൽപ്പെട്ട ഉൾപ്പെട്ട ഭാഗമാണ് സുള്ളിയ എന്ന് പറയുന്ന സ്ഥലം. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിന് സഹായങ്ങൾ ചെയ്തു എന്ന് പറയുന്ന കർണാടകയിലെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവിന്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥലം പുത്തൂരാണ്. ഈ പുത്തൂരിനടുത്ത് ഏകദേശം കേരള കർണാടക അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് സുള്ളിയ. സുള്ളിയിൽ നിന്ന് എളുപ്പത്തിൽ ഒരു വഴി, സുള്ളിയിൽ നിന്ന് കുടക്, മടിക്കേരി, വീരാജ്പേട്ട വഴി വയനാട്ടിലേക്കും, അതോടൊപ്പം സുള്ളിയിൽ നിന്ന് കാഞ്ഞങ്ങാട് വഴി കാസർഗോഡേക്കും എളുപ്പത്തിൽ പ്രവേശിക്കാൻ കഴിയും. ഈ രണ്ട് വഴികളിലൂടെയും രാഹുൽ മാങ്കൂട്ടം എത്തും എന്നുള്ളതിന് സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല അരുൺ. ഓക്കെ, അപ്പോൾ അതാണ്, സുള്ളിയ വഴി വേണമെങ്കിൽ വരാം, മാനന്തവാടിയിലേക്ക് വരാം, സുൽത്താൻ ബത്തേരിയിലേക്കും വേണമെങ്കിൽ വരാം. പക്ഷേ മാനന്തവാടിയിലേക്ക് എത്താനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. പുത്തൂരടക്കമുള്ള പ്രദേശങ്ങളിൽ കർണാടകയിലെ കോൺഗ്രസ് നേതാവിന്, യുവ കോൺഗ്രസ് നേതാവിന് വലിയ സ്വാധീനമുള്ള മേഖലകൾ കൂടിയാണ്. അവിടെയുള്ള റിസോർട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും തുടരുകയാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. കർണാടക കേരള തീരത്താണ് ഈ തെരച്ചിൽ ഇപ്പോഴുള്ളത്. തോട്ടങ്ങളിലൂടെ മാങ്കൂട്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം ഈ ജാമ്യ ഹർജിയിൽ അനുകൂല തീരുമാനമുണ്ടാകാനുള്ള സാധ്യത മങ്ങുമ്പോൾ മറ്റു വഴികൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടാമത്തെ FIR ഇപ്പോൾ പുറത്തുവരുന്നതിന് കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനുള്ളിൽ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യാം.